ഞാൻ കൂടി പറയട്ടെ എന്ന എൻ്റെ ചാനലിൽ എനിക്ക് പറയുവാനുള്ളത് നിക്കാഹ് ഖുതുബയെ സംബന്ധിച്ച് തന്നെയാണ്. നിക്കാഹ് ഖുതുബ പ്രവാചകൻ ഒരിക്കലും നടത്തിയിട്ടില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇത് പുതുതായി ഉണ്ടായതാണ്. ഇസ്ലാം മതം സൗദി അറേബ്യയിൽ നിന്ന് ആരംഭിച്ചു. അത് രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്കും വ്യാപിച്ചു. അതിൻ്റെ ലളിതമായ രീതി എല്ലാവരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ മതം കേട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരും അവരുടെ നാടുകളിൽ ഈ മതം പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ക്രിസ്തീയ മിഷനറിമാരെ പോലെ ഒരു മിഷനറി പ്രവർത്തനമോ വലിയ ഫണ്ടോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് ലഭിച്ച അറിവ് അവർ മതമായി പറഞ്ഞു കൊടുത്തു. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ അവർ വിശ്വസിച്ചിരുന്ന പല ആചാരങ്ങളും ഈ മതത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കയറി വരികയായിരുന്നു. ഇസ്ലാം മതം ഇന്ന് പല രാജ്യങ്ങളിലുമുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെയല്ല ഇത് നിലനിൽക്കുന്നത്. ഒരേ രാജ്യത്ത് തന്നെ പല വിധത്തിലുള്ള മതവിശ്വാസങ്ങളും നിലവിലുണ്ട്. ഇതാണ് ഇന്നത്തെ മതത്തിൻ്റെ അവസ്ഥ. അങ്ങനെയാണ്. നിക്കാഹ് ഖുതുബ ആരംഭിച്ചു. അതും ഇതേപോലെ നല്ലത് എന്ന നിലയിൽ കൂട്ടിച്ചേർത്തതാണ്. പല കാര്യങ്ങളിൽ മതത്തിൽ അങ്ങനെ നല്ലത് ആവും, ആളുകൾ കൂടിയാൽ അവിടെ പറയുന്നത് നല്ലതാകും എന്ന നിലയിൽ കൂട്ടിച്ചേർത്തതുണ്ട്. അതിലേക്ക് മുജാഹിദുകൾ നൽകിയ സംഭാവനയാണ് ഈ നിക്കാഹ് ഖുതുബ. ലോകത്തെവിടെയും ഇങ്ങനെ ഒരു നിക്കാഹ് ഖുതുബ നടക്കുന്നില്ല. അറബി രാജ്യങ്ങളിൽ ഒന്നുമില്ല. അവിടെ മത്താഫിൽ പോയി വരനും വധുവിൻ്റെ പിതാവും 2 സാക്ഷികളും പോയി നിക്കാഹ് ചെയ്ത് അവിടെ രജിസ്റ്ററിൽ ഒപ്പിട്ട് പോന്നാൽ നിക്കാഹ് കഴിഞ്ഞു. കല്യാണം പിന്നീട് അവരും വിപുലമായി നടത്താറുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് കല്യാണ ദിവസം തന്നെ നടത്തുന്ന രീതിയാണ് ഉണ്ടായത്. അങ്ങനെ അത് വീട്ടിൽ നിന്ന് തുടങ്ങി പള്ളിയിൽ വെച്ചായി പിന്നീട് മണ്ഡപത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഇങ്ങനെ നടക്കുന്ന വിവാഹങ്ങളിൽ വരൻ വരുന്നത് പലപ്പോഴും ഒട്ടകപ്പുറത്താവാം, ഹെലികോപ്റ്ററിലാകാം, ആനപ്പുറത്താകാം, കുതിരപ്പുറത്താവാം, ട്രോളിയിലാവാം, മയ്യത്ത് കട്ടിലാവാം. അങ്ങനെ പല രീതിയിലുമാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പടക്കം പൊട്ടിക്കലുമൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ടാണ് ഈ നിക്കാഹ് ഖുതുബ കണക്കാക്കപ്പെടുന്നത്. നിക്കാഹ് ഖുതുബ കഴിയുന്നത് വരെ വളരെ ഭയഭക്തിയിൽ നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നിക്കാഹ് കഴിഞ്ഞതോടുകൂടി അവിടെ രംഗം മൊത്തത്തിൽ പെട്ടെന്ന് മാറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ നിക്കാഹ് ഖുതുബ നിർത്തിവെച്ചതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊന്നും പറയാൻ കഴിയുകയില്ല. എങ്കിലും ഇത്തരം ആഭാസത്തരങ്ങളുടെ ഒരു ഉദ്ഘാടനമായി ഈ നിക്കാഹ് ഖുതുബ നടത്തുന്നതിൽ അർത്ഥമില്ല. മതം നേരത്തെ മദ്രസ തൊട്ട് ദർസിലും ഖുർആൻ ക്ലാസ്സുകളിലും അറബിക് കോളേജുകളിലുമൊക്കെ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ നിക്കാഹിന് മുമ്പായി ഒരു ഖുതുബ നടത്തി ആളുകളെ ഉത്ബുദ്ധരാക്കുവാൻ ശ്രമിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നിക്കാഹിന് മുമ്പ് ഒരു കൗൺസിലിംഗ് വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കളെയും വരൻ്റെ സഹോദരിമാരെയും എല്ലാം വിളിച്ചുകൂട്ടി ഒരു കൗൺസിലിംഗ് നടത്തുന്നത് ഉപകാരം ചെയ്യും എന്ന് കരുതാവുന്നതാണ്. കാരണം 2 കുടുംബങ്ങളിൽ 2 രീതിയിൽ വളർന്ന ആളുകൾ ഒരു കുടുംബത്തിൽ വന്ന് കയറുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഭക്ഷണത്തിൻ്റെ ഉപ്പിൻ്റെയും മുളകിൻ്റെയും കാര്യത്തിൽ പോലും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള 2 ആളുകൾ ഒന്നിച്ചു ചേരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് പുറമെ ഇതിനൊക്കെ കാരണക്കാരായ ചിലപ്പോൾ വധുവിൻ്റെയോ മാതാവിൻ്റെയോ ഉമ്മമാർ രംഗത്ത് വരും.
ചിലപ്പോൾ സഹോദരിമാർ രംഗത്ത് വരും. ഈ ആളുകൾക്കാണ് എന്തിനാണ് വിവാഹം കഴിക്കുന്നത്, കുടുംബ ബന്ധം ഐക്യത്തിൽ പോകുന്നതിനുള്ള ഗുണഫലങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത്. നിക്കാഹ് ഖുതുബയേക്കാളേറെ ഗുണം ചെയ്യുന്നത് ഈ കൗൺസിലിങ്ങിനായിരിക്കും. ഞാൻ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് ആരംഭിക്കുകയില്ല. ഇനി നേരത്തെയുള്ള ഈ നിക്കാഹ് ഖുതുബക്ക് പുറമെ ഒരു കൗൺസിലിംഗും കൂടി ആരെങ്കിലും തുടങ്ങിയാൽ അതിലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും ഈ കൗൺസിലിംഗ് ഒരു കല്യാണമാക്കി മാറ്റാതിരിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നേരത്തെ വിവാഹങ്ങളൊക്കെ വരൻ്റെയും വധുവിൻ്റെയും പിതാക്കന്മാർ തമ്മിൽ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചതെന്നായിരുന്നു. കാലങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ വധുവിനെ വിവാഹത്തിൻ്റെ മുമ്പ് ഒന്ന് കാണണം എന്ന അഭിപ്രായമുണ്ടായി. അങ്ങനെ വധുവിനെ കാണാൻ വേണ്ടി വരൻ്റെ മാതാവും സഹോദരിമാരും അമ്മായിമാരും എല്ലാം വന്ന് കണ്ട് പെണ്ണിനെ നടത്തിച്ച് ഇരുത്തിച്ച് സംസാരിപ്പിച്ച് എല്ലാം ശേഷം നമ്മളെ കുഞ്ഞാപ്പൂവിന് ഈ പെണ്ണ് മതി എന്ന് തീരുമാനിക്കുന്നു. കുഞ്ഞാപ്പൂവും എനിക്ക് ഈ പെണ്ണ് മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കാണൽ അവസാനിച്ചിരുന്നു. പിന്നീട് ഇങ്ങനെ നിരന്തരമായി പെണ്ണ് കാണാൻ വരന്മാർ വരികയും ഇഷ്ടപ്പെടാതെ വന്നതിലേറെ വേഗത്തിൽ തിരിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിക്കാഹ് കാണാൻ വരുന്നവർ അവർ സ്വകാര്യമായ ഒരു മുട്ടായി പാക്കറ്റ് കയ്യിൽ വെച്ചിരുന്നു. കാരണം ഇങ്ങനെ കണ്ടുപോകുന്നവർ അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് പോലും ചിലപ്പോൾ അറിയിക്കാറില്ല. ഇതൊരു വിഷമമായി വധുവിൻ്റെ വീട്ടുകാർക്ക് തോന്നിയിരുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മുട്ടായിയുടെ പാക്ക് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവായത് അംഗീകരിക്കപ്പെട്ടിരുന്നു. ഈ മുട്ടായിയുടെ പാക്ക് അതിവേഗത്തിലാണ് ഇന്ന് വലുതായി. ഇപ്പോഴത് ലോറിയിൽ കൊണ്ടുവരുന്നു, ക്രെയിനിൽ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുന്നു. വരുന്നവരൊക്കെയും മുട്ടായിയുടെ പാക്കറ്റുമായി ജാഥയായി വരുന്ന ഒരു വിപുലമായ പരിപാടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയതിന് ശേഷം പഴയ കാലത്ത് പറയുന്നത് പോലെ കീരി ചെങ്കീരിയെ കൊണ്ടുവരിക എന്ന പോലെ നാട്ടിൽ പോയി കുഞ്ഞാപ്പൂര് ഞങ്ങളൊരു പെണ്ണ് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണമെന്ന് അവിടെ അറിയിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ കുടുംബത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരുപാട് ആളുകൾ ഈ മുട്ടായുമായി വരുന്നതിൽ പങ്കുചേരും. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഇത് വീട്ടിൽ വെച്ച് നടത്താൻ സാധിക്കാതെ വന്നു. അതും ഇപ്പോൾ മണ്ഡപത്തിൽ വെച്ചാണ്. ഒന്നാമത്തെ വിവാഹം മുട്ടായി കൊണ്ടുവരൽ കല്യാണമാണ്. അത് കഴിഞ്ഞ് പച്ചക്കല്യാണവും മഞ്ഞക്കല്യാണവും മൈലാഞ്ചി കല്യാണവും പിന്നീട് പുതുക്ക കല്യാണവും ഒക്കെ വേറെ നടക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അങ്ങനെ ആരെങ്കിലും ഈ കൗൺസിലിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതുകൂടി ഒരു ഐറ്റമാക്കി മാറ്റാതെ നിക്കാഹ് ഖുതുബ അവസാനിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കൗൺസിലിംഗ് നടത്തണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഫലം ചെയ്യും എന്ന് ഞാൻ കാണുന്നു. മതം ഇങ്ങനെ മതപണ്ഡിതന്മാർ മതം വളരെ ഗൗരവമായി കണിശമായി കർക്കശമായി തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മതം മാറ്റി പറയാനൊന്നും സാധിക്കുകയില്ല. എങ്കിലും ഖുർആൻ്റെയും ഹദീസിൻ്റെയും പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഒരു മൗലവി പ്രസംഗിച്ചത് പെപ്സി കുടിക്കൽ ഹറാമാണ്, ഖുർആനിൽ അങ്ങനെ പെപ്സി കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ആയത്തിൻ്റെ നമ്പറും പറയുന്നുണ്ട്. അതുപോലെ വേറെയും പാനീയങ്ങളുണ്ട്, അതൊക്കെ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഭാഗത്ത് മതം ശക്തമായി വ്യാഖ്യാനിച്ചു വികസിപ്പിച്ച് ഈ കുടുസാക്കിക്കൊണ്ടുവരുമ്പോൾ തന്നെ പുതിയ തലമുറ ഉള്ള മതത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നതിനെ സംബന്ധിച്ചാണ് കാര്യമായും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തിൽ ആരെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ യുക്തിവാദികൾ, മതം വിട്ടവർ, അങ്ങനെ സംഘികൾ, ത്രിസംഘികൾ പലരുമുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അതിനെ പ്രതിരോധിക്കുവാനും അവരെ വിമർശിക്കുവാനും അവരെ വാദപ്രതിവാദത്തിന് വിളിക്കുവാനുമൊക്കെ സജീവമായി ഇപ്പോൾ ഒരു വിഭാഗം യുവപണ്ഡിതന്മാർ വരെ രംഗത്തുണ്ട്. ഇത്തരം വാദപ്രതിവാദങ്ങളും വെല്ലുവിളികളുമൊക്കെ ഇത് മറുഭാഗത്തിനാണ് ഗുണം ചെയ്യുന്നത്. സമുദായത്തിന് ഒരു ഗുണവും ഇതുകൊണ്ടുണ്ടാകുന്നില്ല. ഈ വിമർശകർക്കാണ് അതിൻ്റെ മൈലേജ് ലഭിക്കുന്നത് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഒന്നോ രണ്ടോ മുഖാമുഖമോ വാദപ്രതിവാദമോ ഒക്കെ നടത്തിയാൽ ഇത് അവസാനിപ്പിച്ചു കളയാമെന്നാണ് അവർ ധരിക്കുന്നത്. വാസ്തവത്തിൽ നേരെ വിപരീതമാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഈ നിക്കാഹ് ഖുതുബ
നിർത്തിയത് ഞാൻ പറഞ്ഞല്ലോ, നിക്കാഹ് ഖുതുബ നിർത്തിയത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയില്ല. എന്നാൽ നിക്കാഹ് ഖുതുബ ഇത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു ഉദ്ഘാടന പ്രസംഗമായി മാറുന്നുണ്ടോ എന്ന് മതപണ്ഡിതന്മാർ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.